ആരാധിക്കും ഇദ്ദേഹത്തിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ, കേട്ടിരുന്നെങ്കിലല്ലോ അദ്ദേഹത്തിൻ്റെ പുന്നാല പോയേനെ. രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര എതിർപ്പുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ വലിയൊരു ഫാനായിട്ട് മാറിപ്പോവോ എന്നുള്ളൊരു സംശയമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മോദി സാറ് ഒരു സദസ്സിൽ കയറിന്നിട്ട്, നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മോദി സാർ ഒരു സദസ്സിൽ കയറിന്നിട്ട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കാരണം അന്ന് നടത്തിയ പ്രസംഗം എന്തെങ്കിൽ അന്നൊരു ഭീകരാക്രമണം നടന്നപ്പോൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷ കടന്ന് അവർ അകത്ത് കയറിയത്, എങ്ങനെയാണ് ഗണ്ണ് കിട്ടിയത്, എങ്ങനെയാണ് അവർ ട്രാൻസാക്ഷൻ നടത്തിയത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നത്. ഇത്രയും സുരക്ഷയുള്ള ഇതിൽ നിന്ന് തടക്കണമെങ്കിൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒത്താശ കൂടി തന്നെ ആയിരിക്കണം, അതിലുണ്ട് കളികളെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ ആ പോയിന്റുകളുണ്ടല്ലോ, സത്യമായിട്ട് അതിനൊന്നും മറുപടി പോലും കിട്ടിയിട്ടില്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ അന്നത്തെ ആ ഒരു ചോദ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനായിട്ട് മാറും. നിങ്ങൾ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. चौथा सवाल पूछा, सारा कम्युनिकेशन भारत सरकार के अंडर में है। कोई भी अगर टेलीफोन पे बात करता है, ईमेल भेजता है, भारत सरकार उसको इंटरप्ट कर सकती है। इंटरप्ट करके जानकारियां पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो। मैं पूछना चाहता हूं प्रधानमंत्री जी को, इस विषय में आपने क्या किया है? दिल्ली की सल्तनत के पास मेरे इन सवालों के जवाब नहीं है। ഒരുപക്ഷെ അന്ന് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ള പോലെ അന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇത് എതിർപ്പുകളും അതുമൊക്കെ ആയതുകൊണ്ട് ഇത് മുങ്ങിപ്പോയിട്ടുണ്ടാവും, അന്ന് മറുപടി കൊടുക്കും. ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ മോദി സാറ് നിൽക്കുന്ന സമയത്ത് ഇന്നൊരു ഭീകരാക്രമണം കാശ്മീരിൽ നടന്നു. സത്യം ആ ഒരു ചോദ്യം തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് നമ്മൾ ചോദിക്കേണ്ട, ജനങ്ങൾ ഇത് കേട്ടിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് അവർ ഇത്രയും സുരക്ഷ കടന്ന് ഫോണിലേക്ക് വന്നത്, എങ്ങനെയാണ് ആ ഒരു ഗണ്ണുകൾക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഗണ്ണുകൾ കിട്ടുന്നത്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഒത്താശയിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു ആക്രമണം അവിടെ നടന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഒത്താശ ഇല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ ആ വേടുകൾ ഞാൻ കടമെടുക്കണേ, ഒരു ഒത്താശ ഇല്ലാണ്ട് അത് നടക്കില്ല. എന്താണെങ്കിലും ഇത് നിങ്ങൾ തെളിയിക്കുമെന്ന് കരുതുന്നു. കാരണം അന്ന് നിങ്ങൾ നടത്തിയ ആ പ്രസ്താവന കൊണ്ട് ഞങ്ങളിപ്പോൾ തിളച്ച് നിൽക്കുകയാണ്. കാരണം അന്ന് നിങ്ങൾ നടത്തിയ ആ പ്രസ്താവന ഉണ്ടല്ലോ പക്കാ കറക്റ്റായിരുന്നു അന്ന്. എന്നാൽ ഇന്നും നമ്മൾ ആ ഒരു ചോദ്യം നിങ്ങളോട് തിരിച്ചു പോയി, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷയുള്ളത്, എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നാണ് ഞങ്ങളുടെ അന്ത്യം. ഇതുപോലെ സുരക്ഷയോ കാവൽ നിൽക്കുന്നവർ തന്നെ ഒറ്റിക്കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് അവരകത്ത് കയറി, ഇതിനൊക്കെ ഉള്ളൊരു മറുപടി കൂടി നമുക്ക് കിട്ടും. കാര്യം നിങ്ങളുടെ ബിഗ് ഫാനൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു വീഡിയോ. ഇന്ന് കാണുമ്പോഴും അത് കേൾക്കുമ്പോൾ ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നും അതേപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു ചോദിക്കുന്നു, എങ്ങനെ